ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകിട്ടത്തെ ഒരു വീഡിയോയാണ് എടുക്കുന്നത്. പിന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു ഗ്ലാസ് പച്ചരി നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനിയും വൈകിട്ടത്തെ ആഹാരമാണ് നോക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ചോറിരിപ്പുണ്ടായിരുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് ചോറ് വെച്ചില്ല. അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി വൈകിട്ട് ചോറ് വെക്കണം. കുറേയേറെ പാത്രം ഉണ്ടായിരുന്നു തേച്ച് പിടക്കാൻ. ഇന്ന് വീടിനുള്ളിൽ തന്നെ വെച്ച് തേച്ച് കഴുകി, പുറത്തെങ്ങും ഇറങ്ങിയില്ല. എന്തോ ഒരു മൂഡ് ഔട്ട്. അപ്പം പിന്നെ ഇത്രയും നേരവും തേച്ച് മടക്കാതിട്ടേക്കുകയായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തേച്ച് മടക്കി. ഇപ്പോഴേ നമ്മുടെ വീട്ടിലാണെങ്കിൽ 2 പേരും വിരുന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പം വിരുന്നുമല്ല, വീട്ടിൽ പെട്ടെന്ന് തന്നെ വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ധൃതി വെച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ചോറ് വയ്ക്കണം. അപ്പം പിന്നെ ധൃതിപ്പണിയാണ് എനിക്ക്. പുറത്തെങ്ങും ഇറങ്ങിപ്പോയി അവർക്ക് പ്രത്യേക സ്പെഷ്യലൊന്നും വാങ്ങാനുള്ള ടൈമൊന്നുമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ചു. പിന്നെ എനിക്ക് ഒരു പരവേശപ്പണിയായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച ശേഷം പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു, അരിയിട്ട്. അപ്പോൾ നമുക്ക് അത്താഴത്തിന്, അതായത് വൈകിട്ടത്തേക്ക് ചോറ് അധികം വേണ്ട, കുറച്ച് മതി. ഞാൻ കുറച്ചരി മാത്രമേ ഇട്ടുള്ളൂ. അപ്പം എല്ലാവരും ഇപ്പോഴത്തെ കാലത്തൊന്നും അധികം ചോറ് കഴിക്കില്ലല്ലോ, കുറച്ചേ കഴിക്കുകയുള്ളൂ. എന്നും മിച്ചം കാണും ചോറ്. അപ്പോഴേ അത് ചൂടാക്കി എന്നും കഴിക്കുകയാണ് പതിവ്. അപ്പോൾ ഒന്നിടയിട്ടൊക്കെ ഞാൻ കഞ്ഞി വയ്ക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ കൊച്ചു കലത്തിൽ കഞ്ഞിക്ക് വെള്ളം വെച്ചു. പിന്നെ ഒരു ചെറിയ കലത്തിൽ അരിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം ചൂടായപ്പോൾ ഇട്ട് കൊടുത്തു. ഇപ്പോഴും നമുക്ക് തീ എരിയുന്ന നല്ല വിറകുകൾ ഇപ്പോൾ ഉണ്ട്. ഉണക്കായപ്പം ഇങ്ങോട്ട് വിറക് വെച്ചാൽ മതി, തീ ശരിക്ക് എരിഞ്ഞോളും. പിന്നെ ഒരു തീയലാണ് വയ്ക്കുന്നത്. അതായത് വഴുതനങ്ങയും തക്കാളിയും കൂടി ഇട്ട് ഒരു തീയൽ വയ്ക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ കഞ്ഞിയൊക്കെ തിളച്ചിരുന്നു. തീയലിൽ തേങ്ങ വറക്കുകയാണ്. മുളകും മല്ലി, തീയലിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വറുത്തെടുത്ത് അരച്ചെടുത്തു. അതിനുശേഷം തക്കാളിയും വഴുതനയൊക്കെ ചെറുതായി അരിഞ്ഞ് വഴുതനങ്ങ വെള്ളത്തിൽ ഇട്ടു വെച്ചു. പിന്നെ നമ്മുടെ തീയലൊക്കെ തയ്യാറാക്കി എടുത്തു. അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ആ മീനെടുത്ത് മീന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ശരിയാക്കി എടുത്ത് വെച്ചു. പിന്നെ പയർ തോരനാണ് വെച്ചത്. അച്ചിങ്ങപ്പയർ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു തോരൻ വെച്ചു. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ മെഴുക്ക് പുരട്ടിയാണ് വെച്ചത്. അതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വന്നപ്പോഴത്തേനും സമയം 7 മണിയൊക്കെ ആയി. പിന്നെ നമ്മുടെ ചിമ്മിനിക്കകത്തെ ലൈറ്റ് ഇല്ല. ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോൾഡർ അങ്ങ് പോയതാണ്. ആ ഹോൾഡർ അങ്ങ് ഇളകി പഴക്കം ചെന്ന് പോയതാണ്. പിന്നെ അങ്ങോട്ട് ഒരു ഹോൾഡറൊന്നും വെച്ച് പിടിപ്പിച്ചില്ല. ഇതുവരെ സാധിച്ചില്ല, അത്ര തന്നെ. വെച്ച് പിടിപ്പിക്കാമായിരുന്നു, സാധിച്ചില്ല, ഉപേക്ഷ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ അടുപ്പേ വെച്ചു. ഇപ്പോഴത്തേനും നമ്മുടെ വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ ഉള്ള കറികൾ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അവരെ സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോഴേ ബാക്കിയുള്ള വീഡിയോയും കണ്ടു നോക്കൂ കൂട്ടുകാരെ. അതുപോലെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായി കാണുന്ന കൂട്ടുകാർ. ആരും സബ്സ്ക്രൈബൊന്നും ചെയ്യില്ല, എങ്കിലും ഞാൻ പറയാനുള്ളത് പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യോ, ലൈക്ക് ചെയ്യോ, കമൻറ്റ് ചെയ്യോ എന്നൊക്കെ. ഇപ്പം ആരും ഒന്നും ചെയ്യില്ല, എങ്കിലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇപ്പോഴേ എൻ്റെ വീഡിയോയേക്കാളും നല്ലതായിട്ടുള്ള വീഡിയോ ഉണ്ട്, അതെനിക്കറിയാം. എങ്കിലും